ആഗ്രഹിക്കുന്നത് ആ ആത്മാവ് ശിവപ്രിയയിൽ തന്നെ നിലനിർത്താനാണ്. നമുക്കങ്ങനെ ആഗ്രഹിക്കാമെന്നേ ഉള്ളൂ. പക്ഷേ അത് അസംഭവ്യമാണ്. ഇന്നേക്ക് 17-ാം നാൾ ആ പ്രാണൻ നിലയ്ക്കണമെന്നാണ് വിധിഹിതം. അചഞ്ചലമായ ഭക്തി കൊണ്ട് വിധിഹിതത്തെ തിരുത്തി എഴുതിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്നാൽ കഴിയും വിധം ഞാൻ അതിന് ശ്രമിക്കും. എങ്കിൽ നല്ലത്. ആ പ്രാണന്റെ തുടിപ്പ് അവസാനിക്കാറായിരിക്കുന്നുവെന്ന് ആ കുഞ്ഞിന്റെ പിതാവിനെ അറിയിക്കേണ്ടതുണ്ട്. അത് വേണോ? ഇപ്പോഴേ ആ സാധുവിനെ വേദനിപ്പിക്കണോ? സത്യം എത്ര അപ്രിയമുള്ളതാണെങ്കിലും അത് നേരത്തെ അറിയിക്കുന്നതാണ് നല്ലത്. വരാനിരിക്കുന്ന നഷ്ടത്തെക്കുറിച്ച് ഒരു മുൻധാരണ ആ സാധുവിന് കൂടുതൽ മനോബലം നൽകും. അതിനുള്ള വഴി ഞാൻ നോക്കുന്നുണ്ട്. മഹാകാല, നീ ഇവളെ കൊണ്ടുപോകാനുള്ള ഉറക്കത്തിലാണല്ലേ? എങ്കിൽ നീ കേട്ടോളൂ, നിനക്കതിന് സാധിക്കില്ല. നിന്റെ ശ്രമങ്ങൾ ഈ ഉഗ്രസേന ഘോര നിഷ്പ്രഭമാക്കും. അവളെ ജീവനോടെ തന്നെ എന്റെ ബലിമണ്ഡപത്തിലെത്തിക്കും. അവൾക്ക് വേണ്ടി കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുകയാണ് എന്റെ ഉപാസനാമൂർത്തികൾ. ആ ബാലിക രക്തത്തിനു വേണ്ടിയ ദേവരഹസ്യങ്ങൾ പോലും അവരെനിക്ക് ചോർത്തി നൽകുന്നത്. അതുകൊണ്ട് എനിക്കവളെ ഈ ബലിമണ്ഡപത്തിൽ എത്തിച്ചേ പറ്റൂ. അവക്ക് കാവൽ നിൽക്കുന്ന ഏത് സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തിയെയും ഈ ഉഗ്രസേന ഘോര പരാജയപ്പെടുത്തിയിരിക്കും. നിനക്കവളെ കൊണ്ടുപോകാൻ ഇനി 18 നാളാണ് അവശേഷിക്കുന്നതെങ്കിൽ 17-ാം നാൾ രാത്രിയുടെ 3-ാം യാമത്തിൽ ഈ ഉഗ്രസേന അഘോരയുടെ ബലിപീഠത്തിൽ അവളുടെ ബലി നടന്നിരിക്കും. ഉയിരോടെ തന്നെ നിനക്കവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആവില്ല മഹാകാല. ഇത് ഉഗ്രസേന അഘോരയുടെ വാക്ക്, അഘോരയുടെ പ്രതിജ്ഞ. അതിനു വിഘ്നം നിൽക്കാൻ ഒരു മായാജാലക്കാരനെയും ഒരഹങ്കാര സ്വരൂപിണിയെയും ഈ ഘോര അനുവദിക്കില്ല. भंडारी बाबा संहार मूर्ति अघोरा। മോനെ, നീ എന്താ വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല, അമ്മയുടെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു പോയതാ. അവള് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, തമ്പിയച്ഛനുമായിട്ട് സംസാരിച്ചിട്ട് ഇന്ന് എന്തൊക്കെയോ തീരുമാനം എടുക്കുന്ന അമ്മ പറഞ്ഞത്. അല്ല, നീ ഇതങ്ങോട്ടാ രാവിലെ തന്നെ? എനിക്ക് ഇവിടെ 1-2 പോകാനുണ്ട്. നീ തനിച്ചോ? ആ, തനിച്ചായാലും എന്താ കുഴപ്പം? അമ്മ ഇങ്ങോട്ടാ പോകുന്നത്, അത് പറയേ. എടാ, എനിക്കിവിടെ ദേവസ്വം ഗസ്റ്റ് ഹൗസിലാ ആദ്യം പോകേണ്ടത്. അവിടെ പോയി അവളെയും വീട്ടുകാരെയും ഒന്ന് കാണണം. ശ്യാമിലിയുടെ കാര്യമാണോ അമ്മ ഉദ്ദേശിച്ചത്? അതെ. ഓർക്കാപ്പുറത്ത് കയറി വന്ന് ഞെട്ടിക്കാൻ അവക്ക് മാത്രമല്ല എനിക്കും കഴിയുമെന്ന് അവളൊന്ന് അറിയട്ടെ. ശ്യാമിലിയും ഫാമിലിയും ഞെട്ടിക്കാൻ വേണ്ടി
അമ്മ രാവിലെ ബുദ്ധിമുട്ടണമെന്നില്ല. അവരിന്നലെ രാത്രി തന്നെ അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോയി. ഏ പോയോ? ഹ, അങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ അത് എന്നെ പേടിച്ചിട്ട് തന്നെ ആയിരിക്കും. എന്തിനാ ശ്രീകലി നീ എഴുതാപ്പുറം വായിക്കുന്നേ? ആ കുട്ടി ഇന്നലെ ഇവിടെ വന്ന് നിന്നെ കണ്ട് സംസാരിച്ചു. ഇന്നലത്തേടം കൊണ്ട് അവരുടെ ഇവിടുത്തെ ദർശനം കഴിഞ്ഞിട്ടുണ്ടാവും. രാത്രി തന്നെ അവര് തിരിച്ചുപോയി. അതിന് നിന്നെ പേടിക്കേണ്ട ആവശ്യം എന്താ?